വയനാട് കേണിച്ചിറയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായി. രാത്രി 11 മണിയോടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. പിടിയിലാകുന്നതിന്റെ 1 മണിക്കൂർ മുൻപും ഒരു മൃഗത്തെ കൊന്നതോടെ 4 ദിവസത്തിനിടെ കടുവ കൊന്ന മൃഗങ്ങളുടെ എണ്ണം 5ആയി. മയക്കുവെടി വിദഗ്ധരടങ്ങുന്ന RRT സംഘം ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് രാത്രി കടുവ കൂട്ടിലായത്. 3 പശുക്കൾ കൊല്ലപ്പെട്ടതോടെ രോഷാകുലരായ ജനങ്ങൾ പനമരം സുൽത്താൻ ബത്തേരി സംസ്ഥാന പാത ഉപരോധിച്ചു. പൂതാടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും മയക്കുവെടി വെക്കാൻ ഉത്തരവിറക്കിയും അധികൃതർ കടുവക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതിനിടെയാണ് കടുവ കൂട്ടിലായത്. കഴിഞ്ഞ ദിവസം കടുവ ആക്രമിച്ചു വന്ന പശുവിന്റെ ഉടമ സാബുവിന്റെ വീടിനടുത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. ഇതിന് 1 മണിക്കൂർ മുമ്പ് തൊട്ടടുത്ത മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിലെത്തിയ കടുവ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ കൊന്നിരുന്നു. ഇന്നലെ പുലർച്ചെ ഇതേ തൊഴുത്തിലെ 2 പശുക്കളെയും കടുവ കൊന്നിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ എടക്കാട് തെക്കേ പുന്നപ്പള്ളിയിൽ വർഗീസിന്റെ പശുവിനെയും ശനിയാഴ്ച രാത്രി കിഴക്കൽ സാബുവിന്റെ പശുവിനെയും കടുവ കൊന്നു. ശനിയാഴ്ച രാത്രിയിൽ മാത്രം 3 പശുക്കൾ കൊല്ലപ്പെട്ടതോടെ രോഷാകുലരായ ജനങ്ങൾ പനമരം സുൽത്താൻ ബത്തേരി സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു. ഇന്നലെ കടുവയെ മയക്കുവെടി വെക്കാൻ ഉത്തരവിറങ്ങിയതോടെ സ്ഥലത്തെത്തിയ RRT സംഘം ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് കടുവ വീണ്ടും പ്രദേശത്തെത്തിയതും കൂട്ടിലായതും. നിലവിൽ കുപ്പാടിയിലെ വന്യമൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയ കടുവയുടെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വനം വകുപ്പ് തുടർ നടപടികൾ തീരുമാനിക്കുക. മീഡിയ 1 വയനാട്.